ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ കേരള ആർട്ട് ഹാൻഡിക്രാഫ്റ്റ്സ് അവിടെയുള്ള ഐറ്റംസും എല്ലാം നമുക്കൊന്ന് പോയി കാണാം. ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ കേരള ആർട്സ് ക്രാഫ്റ്റ് വില്ലേജ് ഒന്ന് കാണാനായിട്ട് ഇവിടോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ക്രാഫ്റ്റ് സ്റ്റുഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടുന്ന് നമ്മൾ ഈ ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ കാണാനായിട്ട് ഇവിടുന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഉണ്ട് ഇവിടെ ഇതിനെ പറ്റിയൊരു ഔട്ട്ലൈൻ പറഞ്ഞേ. ഇവിടെ ഒത്തിരി ഉണ്ട്. ക്രാഫ്റ്റ് വില്ലേജ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഒത്തിരി ക്രാഫ്റ്റ് സാധനങ്ങളുണ്ട്. കൂടാതെ ഒത്തിരി നമുക്ക് പ്രകൃതി രമണീയതയുള്ള സ്ഥലമാണ്. പിന്നെ നല്ല റെസ്റ്റോറന്റ് ഉണ്ട്. ഒത്തിരി കാണാനുണ്ട്. നമുക്ക് ഓൺ ദ വേ എല്ലാം കാണാം. ഓക്കെ. പേപ്പർ ക്രാഫ്റ്റ്, അതായത് പേപ്പർ കൊണ്ട് എല്ലാവരുടെയും മുഖങ്ങളും എല്ലാവരും ഉണ്ടാക്കിയേക്കണ ഒരു ഇതിലേക്കാണ് നമ്മളിപ്പോ കയറുന്നത്. ഇത് മുഴുവൻ പേപ്പർ കട്ടിങ്സ് ആണ്, പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഓക്കെ, അതെ, എല്ലാവരും ഉണ്ട്. ഫിലിം സ്റ്റാർസ്, രാഷ്ട്രീയ പാർട്ടികൾ, ചിത്രാമ്മ, എല്ലാവരും നോക്കുക. ഇതെല്ലാം പേപ്പർ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഓരോ ഫോട്ടോസ് കാണുമ്പോൾ എല്ലാം പേപ്പർ കൊണ്ടാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിരുന്നു. ഇത് പണ്ടത്തെ പഴയ കപ്പലുകളും ഇതെല്ലാം പേപ്പറിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇത് സെയിലും ഉണ്ട്, കാണാനുമുള്ളതാണ്. ഒത്തിരി ഉണ്ട് കാണാനായിട്ട്. കണ്ടോ,
പഴയ പഴയ ബിൽഡിങ്ങും ഷിപ്പുകളും അതിന്റെ മോഡൽസും എല്ലാം ഇത് ക്രാഫ്റ്റിൽ ചെയ്തിരിക്കുന്നതാണ്. പേപ്പർ വർക്കാണേ. കാണാൻ പോകുന്നത് കോക്കനട്ടിൽ തേങ്ങ കൊണ്ടും ചിരട്ട കൊണ്ടും എല്ലാം ചെയ്തിരിക്കുന്ന ഐറ്റംസ് ആണ്. ഒത്തിരി ഭംഗിയാണ്. ഒത്തിരി നല്ല കാണാൻ ഭംഗിയുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാവരും വന്നത് കാണണം, വിസിറ്റ് ചെയ്യണം. ഭയങ്കര ക്രാഫ്റ്റിന്റെ എല്ലാ തരത്തിലുള്ള എല്ലാ കഴിവുകളും കാണിക്കുന്ന ഒരു സ്ഥലമാണത്. ഇറ്റ്സ് ഇൻ ട്രിവാൻഡ്രം. ഓക്കെ. വളരെ മനോഹരമായിരിക്കും. കൂടിയ തേങ്ങ, ചിരട്ട എല്ലാം വെച്ച് ഭംഗിയായിട്ട് ഒരു ഗണപതിയുടെ ചിത്രം എല്ലാവരും കാണുക. വളരെ മനോഹരമായിരിക്കുന്നു. തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്രാഫ്റ്റ് എല്ലാം ചെയ്തിരിക്കുന്ന സാറാണിത്. ശ്രീ എ പ്രതാപൻ എന്നാണ് സാറിന്റെ പേര്. ഇത് മുഴുവൻ സാറിന്റെ സൃഷ്ടികളാണ്. എംബോറിയം. ഈ വീഡിയോ 3 ഭാഗമായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോ 1-ാം ഭാഗം. ഇനിയും ഈ ആർട്സ് ഗാലറികൾ ഒരുപാട് നമുക്ക് കാണാനുണ്ട്. ഇത്രയും ഫസ്റ്റ് ഭാഗത്തിൽ ഇട്ടിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഇതിന്റെ 2-ാം ഭാഗമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. ഓക്കേ.